വൺ ഓഫ് ദി ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള പ്ലവൻ യൂണിവേഴ്സിറ്റി, അവിടെ പഠിച്ചാലുള്ള ബെനിഫിറ്റും കാര്യങ്ങളും അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, സെമസ്റ്റർ വൈസിൽ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലിവിങ് എക്സ്പെൻസ് വരുന്നത് ആകെ ഒരു ബാരിയർ എന്ന് പറയുന്നത്. ഹായ് ഓൾ, പ്ലവൻ യൂണിവേഴ്സിറ്റി ഇൻ ബൾഗേരിയ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂറോപ്പിലെ ബൾഗേരിയ എന്ന രാജ്യത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്ലവൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. യൂറോപ്യൻ രാജ്യത്തെക്കുറിച്ചുള്ള ബെനിഫിറ്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂറോപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ബൾഗേരിയയിലെ MBBS കുറിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാം. അത് ഞാൻ ഓൾറെഡി കാര്യങ്ങൾ NMSന്റെ റൂൾസും എല്ലാം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്ലവൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. ബൾഗേരിയയിലെ വൺ ഓഫ് ദി ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള പ്ലവൻ യൂണിവേഴ്സിറ്റി, അവിടെ പഠിച്ചാലുള്ള ബെനിഫിറ്റും കാര്യങ്ങളും അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എന്നീ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സോ നിങ്ങൾ പ്ലവൻ യൂണിവേഴ്സിറ്റി പോലത്തെ ഒരു യൂറോപ്യൻ കൺട്രിയിലെ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, എന്തായാലും കാണാൻ. ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൾഗേരിയയിലെ പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബൾഗേരിയ ഡെവലപ്ഡ് കൺട്രിയാണ്. അപ്പോൾ അത്രയും എക്സ്പോഷറും കാര്യങ്ങളും പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബൾഗേരിയയിൽ എന്തായാലും അല്ലെങ്കിൽ പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ലൈഫ് സ്റ്റൈൽ ഒരു യൂറോപ്യൻ ലൈഫ് സ്റ്റൈലിലായിരിക്കും നിങ്ങൾക്ക് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളതൊരു ബെനിഫിറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ എക്സ്പോഷർ, കാരണം യൂറോപ്യൻ രാജ്യം ആയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂറോപ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ കുട്ടികളായിട്ടും അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ജോബിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ജോബ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. മാത്രമല്ല നിങ്ങൾ ബൾഗേരിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ കൺട്രികളിലൊക്കെ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ നിങ്ങൾക്ക് UK, USA പോലത്തെ രാജ്യങ്ങളിലും അതുപോലെ അയർലൻഡിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് മാത്രം പാസ്സായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അയർലൻഡിൽ പോയിട്ട് ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ബൾഗേരിയയിലെ പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ കിട്ടും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവിടുത്തെ ഫീസിൻ്റെ കാര്യമാണ്. ഓൾമോസ്റ്റ് 8 lakhs പെർ ഇയർ ഫീസ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഇത്തിരി വലിയൊരു എമൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണെങ്കിലും നമുക്ക് സെമസ്റ്റർ വൈസിൽ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതൊരു ബെനിഫിറ്റാണ്. അപ്പോൾ നമുക്കൊരു 4 lakhs ഒരു 6 മാസത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ബൾഗേരിയയിൽ എന്തായാലും MBBS പഠിക്കാം. പിന്നെ നമുക്ക് ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് ലിവിങ് എക്സ്പെൻസ് വരുന്നത് $250 to $300 ആണ്. ഓൾമോസ്റ്റ് ലിവിങ് എക്സ്പെൻസ് ആയിട്ട് അവിടെ മന്ത്ലി വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്ലവനിൽ കുറച്ച് എക്സ്പെൻസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. കാരണം പ്ലവൻ കുറച്ചുകൂടിയും ഒരു സിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയും ലിവിങ് എക്സ്പെൻസ് കുറവാണ് എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ബൾഗേരിയയിൽ ഇംഗ്ലീഷിലാണ് ക്ലാസ്സുകളും കാര്യങ്ങളും നടക്കുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് ഫസ്റ്റ് ഇയറിൽ ലാറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജ് വരുന്നുണ്ട്. പക്ഷേ ലാറ്റിൻ പൊതുവെ മെഡിക്കൽ ടേംസും കാര്യങ്ങളും ലാറ്റിനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നില്ല. ആ ഒരു ലാംഗ്വേജ് മാത്രമാണ് അവരുടെ ലാംഗ്വേജ് ആയിട്ട് അവർ ഫസ്റ്റ് ഇയറിൽ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ബൾഗേറിയൻ ലാംഗ്വേജ് ആണ്. കാരണം അവിടുത്തെ ലോക്കൽസിന് ഇംഗ്ലീഷ് അറിയില്ല. സ്വാഭാവികമായിട്ടും ബൾഗേറിയൻ ലാംഗ്വേജ് നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടുത്തെ ലോക്കൽസായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബൾഗേരിയയിൽ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ആകെ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബൾഗേറിയൻ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ബൾഗേറിയൻ ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതുകൊണ്ട് ബെനിഫിറ്റാണ്. നിങ്ങൾ അവിടുത്തെ ആളുകളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലാംഗ്വേജ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം നമുക്ക് അവിടുത്തെ കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് വലിയ ഡിഫിക്കൽട്ടി ഉള്ള കാര്യമല്ല, നമുക്കിത് പഠിച്ചെടുക്കാൻ ഈസിയാണ് എന്ന് തന്നെയാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ അനാട്ടമിയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ കഡാവേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. സിമുലേറ്റർ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ കഡാവേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് മെഡിസിൻ പഠിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പോഷറും കാര്യങ്ങളും നിങ്ങൾക്ക് ബൾഗേരിയയിലെ പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ തീർച്ചയായിട്ടും കിട്ടും. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് NMSന്റെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. ഓൾറെഡി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് NMSന്റെ റൂൾസ് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ WDOMSൽ പോയിട്ട് പ്ലവൻ യൂണിവേഴ്സിറ്റി, ബൾഗേരിയയിലെ പ്ലവൻ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അറിയാം ഡ്യൂറേഷൻ എത്ര ഉണ്ട് എന്നുള്ളത് അറിയാം. ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. സ്പോൺസർ നോട്ട്സിൽ പോയി കഴിഞ്ഞാൽ ECFMGന്റെ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ബൾഗേരിയയിലെ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ NMSന്റെ റൂൾസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ് പ്ലവൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്ലവൻ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം കൺട്രിയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അവിടുത്തെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ആകെ ഒരു ബാരിയർ എന്ന് പറയുന്നത് ബൾഗേറിയൻ ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ആ ലാംഗ്വേജ് ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾഗേരിയയിൽ രജിസ്ട്രേഷൻ കിട്ടും. പിന്നീട് നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിലും അവിടുത്തെ ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ആവുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ബാരിയർ ആയിട്ട് വരുന്നത്. പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ February ഇൻടേക്ക് ആണുള്ളത്. ഇപ്പോൾ അവിടേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ പ്ലവനിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൗൺസിലേഴ്സായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും
കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞുതരും. പിന്നീട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്ര ക്യാഷ് ഒക്കെ കൊടുത്ത് പഠിക്കുന്നില്ല, അവിടെ ഇയർ ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ചോദിക്കാറുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഇയർ ബാക്ക് ഉണ്ട്, അതിന് ഇൻട്രപ്റ്റ് എന്നാണ് പറയുക. സോ അതായത് പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കണേ പിന്നീട് ഒരു വിദ്യാർത്ഥി എന്നുള്ളതിലേക്ക് നിങ്ങൾ നോക്കേണ്ടത് പ്ലവൻ സിറ്റി എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവിടുത്തെ വിദ്യാഭ്യാസം മാത്രം നോക്കിയതൊരു കാര്യം, നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 6 years ഇവിടെ തന്നെ ജീവിക്കാനുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, പ്ലവൻ എന്ന് പറയുന്നത് ഒരു ചെറുതും വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, വളരെയധികം സുരക്ഷിതമായിട്ടുള്ള ഒരു സിറ്റിയാണ്. അതുപോലെ തന്നെ ഒരുപാട് എന്റർടൈൻമെന്റ്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് പ്ലവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്ലവൻ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലുള്ള പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ 6 വർഷം പോകുന്നത് ഒരിക്കലും അറിയില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള യൂറോപ്പിലെ ഒരു കൺട്രിയാണ് ബൾഗേറിയ. ആ ബൾഗേറിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്ലവൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ബൾഗേറിയയിലെ പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ MBBSന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കൗൺസിലേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ MBBS ബൾഗേറിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കൗൺസിലേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം ഫെബ്രുവരി ഇൻടേക്ക് അവിടെ പോപ്പളാണ്. നമുക്ക് അഡ്മിഷനും പ്രൊസീജിയറും കാര്യങ്ങളും കുറച്ച് ലോങ് പ്രോസസ്സാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ ആരെങ്കിലും യൂറോപ്പിൽ MBBS പഠിക്കാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അതിനുള്ള റിപ്ലൈ ഞങ്ങൾ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.